അതിൻ്റെ പുറമെ ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞത് കണ്ടോ, വക്കൗനുഹ ബിൽ അറബിയത്തി എന്നതിൻ്റെ വിശദീകരണത്തിൽ വ ഇൻകാനൽ കുല്ലു ആജമിയീന, അറബിയിലാകണം രണ്ട് ഖുത്ബയും, എല്ലാ ശ്രോതാക്കളും സദസ്സിലുള്ളവരും അനറബികളാണെങ്കിൽ കൂടി എന്ന് ബഹുമാനപ്പെട്ടവരുടെ ഷറഹു ബാഫലിൽ 4-ാം വാള്യം 260-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അപ്പം മനസ്സിലാക്കിയേ തീരുള്ളൂ എന്നൊരു വാശി വേണ്ടതില്ല. മൊത്തത്തിലൊരു വയലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ മനസ്സിലാകാൻ വേണ്ടി ഒരിക്കലും ഖുത്ബയെ മലയാളീകരിക്കാനോ മറ്റേതെങ്കിലും ഭാഷകളിലേക്ക് കൊണ്ടുപോകാനോ പാടില്ല. അതിൻ്റെ പുറമെ ഈ ഖുത്ബ എന്ന് പറയുന്നത് ഒരു പ്രൗഢമായ പ്രഭാഷണത്തിൻ്റെ വേദിയല്ല. നിങ്ങൾ നോക്കൂ, ഖുത്ബ ജുമാ നിസ്കാരത്തിന് നിർബന്ധമാണ്. എന്നാൽ മദ്ഹബുകളിലെ ഇമാമുമാർ ഖുത്ബകളെ കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഷാഫി മദ്ഹബിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നുണ്ട്, ഖദ് ദക്കർന അന്ന അർക്കാനഹ ഇന്ധന ഹംസത്തുൻ, നമ്മളുടെ അരികിൽ 5 റുക്കുനുകൾ. അതേ സമയത്ത് അതുപോലെ തന്നെയാണ് ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബൂ ഹനീഫ ഇമാം പറഞ്ഞത് യക്ഫീഹി അൻ യഖൂല സുബ്ഹാനല്ലാഹ് ബിസ്മില്ലാ അല്ലാഹു അക്ബർ ഔ നഹ്വി ദാലിക് മിനൽ അദ്കാർ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദിക്ർ ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഖുത്ബയായി. ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിൽ ഇൻ ഹല്ലലഹു സബ്ഹ അജ്സാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഖുത്ബയായി. അപ്പോൾ ഖുത്ബ ഒരു വലിയ ഇബാദത്താണ്. അത് ഈ രൂപത്തിൽ നിർവഹിച്ചാൽ പോലും ഖുത്ബയാകും, ജുമാ ശരിയാകുമെന്ന് മദ്ഹബുകൾ പറയുന്നു. നമ്മളുടെ മദ്ഹബിൽ 5 റുക്നുകൾ ഉണ്ടായാൽ മതി, ചെറിയൊരു സമയം മതി. അതാണ് ഖുത്ബ. അതിൻ്റെ പുറമെ ഖുത്ബയെക്കുറിച്ച് എന്താണ് ഷാഫി മദ്ഹബിൻ്റെ നിരീക്ഷണം? ഖുത്ബ ഖസീറാകണമെന്നാണ്, ചെറിയ ഖുത്ബയായിരിക്കണം. അത് ബഹുമാനപ്പെട്ട വഅൻ തകൂന ബലീഗത്തൻ മഫ്ഹൂമത്തൻ ഖസീറത്തൻ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട ഖതീബ് ശിർബീനി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടുത്തെ മുഗ്നിയൽ മുഹ്താജിൻ്റെ 636-ാം പേജിൽ 1-ാം വാള്യത്തിൽ ബിൻ നിസ്ബത്തി ഇല സലാത്തി, നിസ്കാരത്തിലേക്ക് നോക്കിയിട്ട് ചെറുതാകണം. എന്തുകൊണ്ട്? മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുണ്ട്, അത്തീലു സലാത്ത വ അഖ്സറുൽ ഖുത്ബ, നിസ്കാരം നിങ്ങൾ നീട്ടുക, ഖുത്ബ ചുരുക്കുക എന്ന്. നോക്കൂ, എന്താണ് നമ്മുടെ നിസ്കാരം? ഫാത്തിഹ, സബ്ബിഹിസ്മ, ഹൽ അത്താക്ക, ഇതല്ലേ കൂടുതലും ചെല്ലാറ്. ചെറിയൊരു സമയം മാത്രമേ ഖുത്ബക്കുള്ളൂ, അത് കൂടിക്കഴിഞ്ഞാൽ സുന്നത്ത് നഷ്ടപ്പെടും എന്നാണ്. അതിൻ്റെ പുറമെ ആ മിമ്പറിന് വലിയ ബഹുമാനമുണ്ട്.